നമസ്കാരം. ലോകത്തിന് മുന്നിലേക്ക് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയുടെ വലിയ കാഴ്ചകൾ ഒരുക്കിയ കേരള ട്രാവൽ മാർട്ട് 2014 ഇത്തവണ മിഷൻ കേരളയിൽ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ വൈവിധ്യങ്ങളും സാംസ്കാരിക തനിമയും സമന്വയിപ്പിച്ചൊരുക്കിയ കേരള ട്രാവൽ മാർട്ട് ലോകത്തിലെ സഞ്ചാരികളെ ഹൃദയപൂർവ്വം കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന വേദി കൂടിയായി. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും സംസ്ഥാന ടൂറിസം വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കേരള ട്രാവൽ മാർട്ട് 2014 ലേ മെറിഡിയനിലെ കലാപരിപാടികളോടെയായിരുന്നു തുടക്കം. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിയ കലാവിരുന്ന് കേരള ട്രാവൽ മാർട്ടിന്റെ തുടക്കം തന്നെ ഹൃദ്യമാക്കാൻ കഴിഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 8ാമത് ട്രാവൽ മാർട്ട് ഉദ്ഘാടനം ചെയ്തു. മദ്യനയം സംബന്ധിച്ച് ടൂറിസം മേഖലയുടെ ആശങ്ക പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സംസ്ഥാനത്തെ ടൂറിസം മേഖലയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും വ്യക്തമാക്കി. About the excise policy of the state government. We are giving full support to tourism industry and we know the importance fully about the importance of the tourism sector. But we have our own limitations on the excise policy. Even then, I will take note of the concern of the tourism industry. സംസ്ഥാന ടൂറിസം മന്ത്രി A.P. അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടൂറിസം സെക്രട്ടറി സുമൻ ബില്ല, KTM സൊസൈറ്റി പ്രസിഡന്റ് എബ്രഹാം ജോർജ്, ചീഫ് സെക്രട്ടറി E.K. ഭരത് ഭൂഷൺ, KTDC ചെയർമാൻ വിജയൻ തോമസ്, ടൂറിസം ഡയറക്ടർ PI ഷെയ്ഖ് പരീദ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ട്രാവൽ മാർട്ടിന് 7 വർഷത്തിനിടെ 10,000-ലേറെ ടൂർ ഓപ്പറേറ്റർമാരെ കേരളത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ 60 രാജ്യങ്ങളിൽ നിന്നായി 300 അന്താരാഷ്ട്ര ബയറർമാർ എത്തി. അർജന്റീന, ഓസ്ട്രേലിയ, സ്കാൻഡിനേവിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ട്രാവൽ മാർട്ടിൽ ആദ്യമായി പങ്കെടുക്കാനെത്തിയത് ശ്രദ്ധേയമായി. അതിൻ്റെ 8ാമത് എഡിഷനാണ് വരുന്നത്. പക്ഷെ അതോടുകൂടി തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാവൽ മാർട്ടുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പങ്കാളിത്തം കൊണ്ട് ഇന്ത്യക്കകത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പ്രതിനിധികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. കേരള ടൂറിസം മാർക്കറ്റിംഗ് നടത്തുന്ന രാജ്യങ്ങളിൽ നിന്ന് പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ എത്തുന്നു എന്നുള്ളത് ഭാവിയിൽ നമുക്ക് കേരള ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ലക്ഷണമായിട്ട് കാണുകയാണ്.
3 ദിവസം നീണ്ട ചർച്ചകളിൽ സജീവമായത് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയവും പരിതാപകരമായ അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നങ്ങളുമാണ്. കൂടാതെ കേരളത്തിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ സന്ദർശനം സംബന്ധിച്ച നടപടിക്രമങ്ങളിലെ നൂലാമാലകൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവും ചർച്ചകളിൽ ഉയർന്നു. മറ്റു രാജ്യങ്ങളിൽ മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയുന്ന നടപടിക്രമങ്ങൾ ഇന്ത്യയിൽ പരിഹരിക്കാൻ ആഴ്ചകളുടെ കാലതാമസമാണ് നേരിടുന്നതെന്ന പരാതിയും ഉയർന്നു. കേരളത്തിൻ്റെതായ ടൂറിസം ആഗോള ബ്രാൻഡായി മാർക്കറ്റ് ചെയ്യപ്പെട്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെസ്റ്റിനേഷൻസ് എടുത്താലും ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന നമ്മുടെ റോഡ് മാർഗമാണേലും ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് വളരെയധികം കുറവാണ്. അത് വികസിപ്പിക്കാതെ ടൂറിസത്തിൻ്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ ടൂറിസം അടുത്ത ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലേക്കും നമുക്ക് മുന്നോട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇൻഡസ്ട്രിയുടെ ഒരു ശക്തമായ ആവശ്യം ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ സാമ്പത്തിക സ്രോതസ്സിൽ നിന്ന് ഒതുങ്ങി നിൽക്കാതെ ഇതിന് നൂതനമായ ഒരു ആശയം PPP മോഡലാകാം, ഏതെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ കേരളം വികസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കേരളത്തിൽ എല്ലാവരും മടിക്കുകയാണ്. ട്രാവൽ മാർട്ട് മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഏറ്റവും സവിശേഷമായ ഒന്നായിരുന്നു ഗ്രാമീണ ടൂറിസം. ഇതിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയ സ്റ്റാളായിരുന്നു സാമുദ്രിക കൺവെൻഷൻ സെന്ററിൽ സന്ദർശകരെ ആദ്യം വരവേറ്റത്. തറിയും തഴപ്പായ നെയ്ത്തും അമ്പെയ്ത്തുമെല്ലാം ഇവിടെ എത്തിയപ്പോൾ കേരളീയ ഗ്രാമീണ ജീവിതത്തിലേക്കുള്ള നേർക്കാഴ്ചകളായി ഇവ മാറി. ഗ്രാമീണതയുടെ ഉൾത്തൊടിപ്പുകൾ അവതരിപ്പിച്ച് ഉത്തരവാദിത്ത ടൂറിസം ഒരുക്കിയ സ്റ്റാളിലൂടെ കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തെയും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഗ്രാമീണ ജീവിതം അതാത് സ്ഥലങ്ങളിൽ പോയി ആസ്വദിക്കാനുള്ള സാഹചര്യം സഞ്ചാരികൾക്ക് ഒരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. Mood is very positive. We've got more buyers than last year. The sellers are also more, and all of them have got prefixed appointments. It's going well. I think participation is higher. Prefixed appointments ആയിട്ടുണ്ട്. So we expect a very good outcome. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ആണ് ഇതിന്റെ നോഡൽ ഏജൻസി. കോവളം, കുമരകം, തേക്കടി, വയനാട്, ബേക്കൽ എന്നിവിടങ്ങളിലാണ് ഗ്രാമീണ അനുഭവ കേന്ദ്രങ്ങളായി ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു 12 സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്ന് ടൂറിസം അധികൃതർ വ്യക്തമാക്കുന്നു. കയർ പിരിക്കലും കളിമൺ പാത്ര നിർമ്മാണവും തഴപ്പായ നെയ്ത്തും കൈത്തറി നിർമ്മാണവും അമ്പെയ്ത്തും നേരിട്ട് ചെയ്യാനുള്ള അവസരവും സ്റ്റാളുകളിൽ ഒരുക്കിയിരുന്നു. കേരളത്തിലെ ടൂറിസം വികസനം കൊണ്ട് തദ്ദേശീയരായ ജനവിഭാഗങ്ങൾക്ക് ജീവനോപാധിയായി ടൂറിസത്തെ മാറ്റണമെന്നും ടൂറിസം വികസനത്തിലൂടെ ഗ്രാമീണ വികസനം സാധ്യമാക്കണമെന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമാണ് ഇവിടെ ഇത്തരം സ്റ്റാളുകൾ ഒരുക്കുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. 2007 മുതൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ റെസ്പോൺസിബിൾ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം. ഇത് ഒരുക്കിയിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസവും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസും ചേർന്നാണ്. ഈ കേരളത്തിലെ അന്യമായിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗത തൊഴിലുകളെ സംരക്ഷിച്ചുകൊണ്ട് ഓരോ സഞ്ചാരിയും സാധാരണ വീടുകളിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്യുന്ന കയർവിരുത്തമായാലും കൈത്തറി പ്രവർത്തനമായാലും കോലമിടയലായാലും അതിനെ പ്രോഡക്റ്റാക്കിക്കൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം പൊതുസമൂഹത്തിൽ, അതായത് ഓരോ ഗ്രാമീണനും ലഭ്യമാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉറപ്പാക്കാനാണ് ഇപ്പോൾ ഇത്തരം സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അമ്പെയ്ത്തിനും കളിമൺ പാത്ര നിർമ്മാണത്തിലും പ്രായഭേദമന്യേ സന്ദർശകർ പങ്കെടുത്തപ്പോൾ ഗ്രാമീണ ടൂറിസത്തിനും കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വ്യക്തമായ സ്ഥാനമുണ്ടെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ചെറുപ്പകാലം മുതലേ സാമുദായികമായിട്ടുള്ളത് നായാട്ടിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന. ഇപ്പോൾ എക്കോ ടൂറിസം വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഇത് മോഡേൺ നമ്പും സ്പോർട്സിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് അവിടെ നാട്ടിൽ കുറവാണ് ഇപ്പോൾ, കാരണം പുതിയ പുതിയ ചെറുപ്പക്കാരിലൊക്കെ വിട്ടുപോവാണ്. അപ്പോൾ ഇത് സ്പോർട്സിൻ്റെ ഇവരൊക്കെ വന്ന് പെട്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്പോൾ ഇതൊരു വരുമാന മാർഗ്ഗമായി. മോഡേൺ വില്ലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ നല്ല രീതിയിൽ ആദ്യം മുതൽ ഞങ്ങളിത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്.
വിനോദസഞ്ചാര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കും പ്രകൃതിയുടെ മായക്കാഴ്ചകളിലേക്കും സഞ്ചാരികളെ സ്വാഗതം ചെയ്താണ് റിസോർട്ടുകൾ സ്റ്റാളുകൾ ഒരുക്കിയത്. സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഹിൽ സ്റ്റേഷനുകളായ മൂന്നാറിന്റെയും തേക്കടിയുടെയും പച്ചയായ കാഴ്ചകളാണ് സ്റ്റാളുകളിൽ നിറഞ്ഞത്. മുണ്ടും കുർത്തയും അണിഞ്ഞ പുരുഷന്മാരും മുണ്ടും നേരിയതും അണിഞ്ഞ പെൺകുട്ടികളും മലയാളിത്തത്തിന്റെ കാഴ്ചകളെ സുന്ദരമാക്കി. കായൽ ടൂറിസത്തിന്റെ പതിവ് കാഴ്ചകൾ ഒരുക്കിയ ഹൗസ് ബോട്ടുകളും നാലുകെട്ടുകളും സ്റ്റാളുകളിൽ നിറഞ്ഞു നിന്നു. ഗ്രാമീണ ടൂറിസത്തിന്റെ സ്റ്റാളുകളിൽ നിർമ്മിച്ച വട്ടികളും കുട്ടകളുമായിരുന്നു മാർട്ടിലെ വേസ്റ്റ് ബിന്നുകൾ. പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ടൊരുക്കിയ പെരിയാർ ടൈഗർ റിസർവിന്റെ സ്റ്റാളും ശ്രദ്ധേയമായി. Well, I think that Kerala is very fine because this is a very friendly place to stay. And for us Swedish people, it's very good, we get service here. In Europe, the people, they are not used to that much service as you get here. So you can get service for quite a cheap price. And this in connection with the climate and all the sightseeing things, with the colonial history and the spices and everything. I mean, this altogether is a very nice destination. കേരള ട്രാവൽ മാർട്ട് 2014 ഉയർന്നു വന്ന ശ്രദ്ധേയമായ ആശയങ്ങളായിരുന്നു വിവാഹ ടൂറിസവും മുസ്രിസും. ഇതുകൂടാതെ സ്പൈസ് റൂട്ടും അഡ്വഞ്ചർ ടൂറിസവും പുതിയ കാൽവയ്പുകളായി മാറി. പ്രകൃതിരമണീയമായ സ്ഥലത്ത് കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുകൂടാനും വിവാഹത്തിൽ പങ്കെടുത്ത് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ ആസ്വദിക്കാനും മികച്ച വേദി എന്ന തരത്തിലാണ് വിവാഹ ടൂറിസം അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മികച്ച വിവാഹ ഡെസ്റ്റിനേഷനുകൾ സന്ദർശകർക്കായി പരിചയപ്പെടുത്തുന്നുമുണ്ട്. കായൽ ടൂറിസത്തിന്റെ ഭാഗമായി വിവാഹ ഡെസ്റ്റിനേഷനുകളായി കുമരകം, ആലപ്പുഴ, കൊച്ചി, പൂവാർ, കൊല്ലം എന്നിവിടങ്ങളാണ് കേരളം അവതരിപ്പിക്കുന്നത്. Tourism in Kerala is the only thing what is alive. The reason is because all other industry is already dead, because we don't have any of the industries coming up. Tourism is the only thing which Kerala knows, and I think they are doing a good job. The present ministers of water, they are doing a good job. But the only question is that where do we stand today? I feel that winning an award is not important, but do we have right products, and the facilities? For example, now Kovalam, still it's so many years. We cannot compete even 1% with Goa. Just imagine the kind of hotels are coming, the kind of properties we have put up, and there's no return on investment. So I think government should do something and go out of the way to see that more business comes in. ബാക്ക് വാട്ടർ റിസോർട്ട്, ദ്വീപ്, ഹൗസ് ബോട്ട് തുടങ്ങിയവയാണ് വിവാഹവേദികൾ. അവിസ്മരണീയമായ ബീച്ച് വിവാഹവേദികളായി കോവളം, ബേക്കൽ എന്നിവിടങ്ങളിലെ ബീച്ച് റിസോർട്ടുകളും രംഗത്തെത്തി. കൂടാതെ സംസ്ഥാന ടൂറിസം വകുപ്പ് അവതരിപ്പിച്ച മുസ്രിസ് പദ്ധതി പവലിയന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇന്ത്യക്ക് പ്രാചീന കാലത്തുണ്ടായിരുന്ന വ്യാപാര ബന്ധം ഓർമ്മപ്പെടുത്തുന്ന പായ്ക്കപ്പലാണ് സന്ദർശകരെ ഏറെ ആകർഷിച്ചത്. റീഡിസ്കവർ ദ സ്പൈസ് റൂട്ട് എന്ന പേരിലാണ് ഇത് ട്രാവൽ മാർട്ടിലെത്തിയത്. സ്പൈസ് റൂട്ട് എന്നുള്ള പ്രോജക്റ്റാണ്. അതൊരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് കൂടെ ആയതുകൊണ്ട് നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നു. പിന്നെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതും ഒന്നിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടില്ല. അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ വെഡ്ഡിങ് ഒരു സ്പെസിഫിക് ഡെസ്റ്റിനേഷനായിട്ട് ഇപ്പോൾ രാജസ്ഥാൻ എടുക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ആസ് എ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ഇറ്റ് ഹാസ് മൂവ് സോ മച്ച് ഫോർവേഡ്. അപ്പോൾ അതിൽ തന്നെ ഒരു ഇഫക്റ്റീവ്നെസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ടേക്ക് us only further. ട്രാവൽ മാർട്ടിനോടനുബന്ധിച്ച് നടന്ന സെമിനാറുകളും പങ്കാളിത്തം കൊണ്ട് സജീവമായിരുന്നു. ആയുർവേദ ടൂറിസവും മുസ്രിസും ഉത്തരവാദിത്ത ടൂറിസവും സെമിനാറിൽ വിഷയങ്ങളായപ്പോൾ പുതിയ വിനോദസഞ്ചാര സാധ്യതകളാണ് ഉയർന്നു വന്നത്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ സാധ്യതകൾ വിപുലപ്പെടുത്താൻ പ്രാദേശിക തലത്തിലെ സാമൂഹിക സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടികൾ രൂപപ്പെടുത്തണമെന്ന നിർദ്ദേശവും സെമിനാറിൽ ഉയർന്നു. Kerala is increasing its share in the domestic market, in the international market, but I think we have to be very aware. We have a neighbor, Sri Lanka, right next door, which has copied a lot, but which is also offering a lot of competitive prices. Which is also offering a lot of good quality products. So I think we need to be a little bit wary of this aspect as well, as to we do not lose out increasing numbers to a neighbor right next door. ആയുർവേദ ടൂറിസത്തിന്റെ സാധ്യതകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മികച്ച പിന്തുണ ലഭിച്ചില്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് ആയുർവേദ ടൂറിസം വ്യാപിക്കുമെന്ന ആശങ്കയും പ്രതിനിധികൾ പങ്കുവച്ചു. ആയുർവേദ ടൂറിസത്തിൽ പറയുകയാണെങ്കിൽ
ഓതൻറ്റിക് ആയുർവേദ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലങ്ക ആയുർവേദ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിന് ഒരു ചെറിയ അടിയാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ ഇവിടെ കേരളം വേ ഫോർവേഡ് എന്നുള്ള സെമിനാറിൽ ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ഉണ്ടായി. അത് കേരളം ഇന്ന് വളരെ ആയുർവേദ രംഗത്ത് വീക്കാണ് എന്നാണ് ആയുർവേദ രംഗത്തെ വിദഗ്ധരായ ആൾക്കാർ പറഞ്ഞത്. അത് വളരെ ഉൾക്കാഴ്ചയോടുകൂടി ആയുർവേദത്തെ ഒന്നുകൂടി രൂപപ്പെടുത്തി അത് വെൽനസ് ടൂറിസം, ട്രീറ്റ്മെൻറ്റ് ഫാക്ടർ പ്ലസ് പ്രോഡക്റ്റ്, ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് ആയുർവേദത്തിന് കൂടുതൽ ഊന്നൽ നൽകിയാൽ ആയുർവേദ രംഗത്ത് തീർച്ചയായും നമുക്ക് വളരെയധികം ഉയർന്നു വരാൻ കഴിയും. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസിസ് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത് മനസ്സിലാക്കിക്കൊണ്ട് ആയുർവേദ രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ടൂറിസം രംഗത്തുള്ളവരുടെ ആഗ്രഹം. അടുത്ത 2 വർഷത്തേക്കുള്ള സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര വിപണി ലക്ഷ്യമാക്കിയുള്ള ബിസിനസ് ചർച്ചകളാണ് 3 ദിവസമായി ഇവിടെ നടന്നത്. മുൻ എഡിഷനുകളെ അപേക്ഷിച്ച് വർദ്ധിച്ച രാജ്യാന്തര പങ്കാളിത്തവും നൂതന ആശയങ്ങളിന്മേലുള്ള ചർച്ചകളും കേരള ട്രാവൽ മാർട്ട് 2014 വ്യത്യസ്തമാക്കി. നാൽപ്പതിനായിരം ബിസിനസ് കൂടിക്കാഴ്ചകളാണ് 3 ദിവസം കൊണ്ട് കേരള ട്രാവൽ മാർട്ടിൽ നടന്നത്. 30,000 ബയർ സെല്ലർ കൂടിക്കാഴ്ചകൾ പ്രതീക്ഷിച്ച സംഘാടകരെ അത്ഭുതപ്പെടുത്തിയുള്ള കൂടിക്കാഴ്ചകളാണ് നടന്നത്. ചർച്ചകളിൽ 9,000 രാജ്യാന്തര പ്രതിനിധികളും 31,000 ആഭ്യന്തര പ്രതിനിധികളും പങ്കെടുത്തു. ട്രാവൽ മാർട്ട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എസ്പെഷ്യലി കേരള ടൂറിസത്തിൻ്റെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല എഫേർട്ട് എടുത്തിട്ടാണല്ലോ കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ നാട്ടിൽ വെച്ച് തന്നെ മറ്റുള്ളവർ വേൾഡ് വൈഡുള്ള ട്രാവൽ ഏജൻസും അല്ലെങ്കിൽ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുള്ള മറ്റു ട്രാവൽ ഏജൻസിനും ഒക്കെ വന്ന് മീറ്റ് ചെയ്യാനും നമ്മളുടെ പ്രോഡക്റ്റ്സ് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞൊരു നല്ല കാര്യം തന്നെയാണ്. ഈ തവണത്തെ ട്രാവൽ മാർട്ട് നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കേരള ട്രാവൽ മാർട്ടിൽ പങ്കെടുത്ത 45 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ എത്തിയത് സിംഗപ്പൂർ, പോളണ്ട്, റുമേനിയ, ചെക്ക് റിപ്പബ്ലിക്, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. മെഡിക്കൽ ടൂറിസം, ഗ്രാമീണ ടൂറിസം, ആയുർവേദ ടൂറിസം എന്നീ മേഖലകളിലാണ് കൂടുതൽ ചർച്ചകൾ നടന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഇതിൻ്റെ ആക്ച്വൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്. അതുതന്നെ ഈ മാർക്കറ്റിലേക്കുള്ളൊരു നമ്മുടെ രാജ്യത്തും അതുപോലെ പുറം രാജ്യങ്ങളിലെ ആൾക്കാരുടെ വരവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിനൊരു പ്രത്യേകത തന്നെ ഉള്ളത് മേജർ പ്ലേയേഴ്സും കൂടാതെ തന്നെ നമ്മുടെ മീഡിയം പ്ലേയേഴ്സ്, ലോ ലെവൽ പ്ലേയേഴ്സും നമ്മുടെ രാജ്യത്തുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്ന വളരെ ആൾക്കാർക്ക് ഇതുകൊണ്ട് വളരെ ഗുണമുണ്ടാകുന്നുണ്ട്. അവർക്കൊന്നും ഇതൊരു പ്ലാറ്റ്ഫോം ലഭിക്കുന്നില്ല. ഇങ്ങനൊരു ഓർഗനൈസ്ഡ് പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഇങ്ങനെയുള്ള ട്രാവൽ മാർട്ടും സഹായിക്കുന്നുണ്ട്. നമ്മുടെ പ്ലേയേഴ്സ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഫോറിൻ ബയേഴ്സും അതുപോലെ നാഷണൽ ബയേഴ്സും വരുമ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കൂടുതൽ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള മാർട്ടുകൾ കൊണ്ടാണ്. 40 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വിസ സംവിധാനം ഈ വർഷം നടപ്പാക്കുമെന്ന് ട്രാവൽ മാർട്ടിൽ പ്രഖ്യാപനമുണ്ടായി. ഈ സംവിധാനം നടപ്പിലാകുന്നതോടെ വിദേശ വിനോദസഞ്ചാരികളുടെ യാത്ര കൂടുതൽ സൗകര്യപ്രദമാകും. 5 പുതിയ ടൂറിസം നെറ്റ്വർക്കുകളും തീർത്ഥാടന ടൂറിസം പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സഹായം ലഭിക്കുന്ന പല പദ്ധതികളും കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ ടൂറിസം മേഖല ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. which are very popular among the tour operators particularly, but unfortunately it's not very popular in the southern part of our country, including Kerala. These 2 schemes, I briefly tell you about these 2 schemes. One is the Marketing Development Assistance. We provide some kind of subsidy for particularly the small players in this sector who can market their products abroad in the foreign markets. If you are participating in any mart, if you are participating in any sales, you can get support in your travel and your booth, what you are erecting in those marts. So that small help we can provide to some extent.
So again, most of the proposals we are getting for MDA scheme is coming from the Golden Triangle and the northern part of the country. I don't know, your part of the country is so beautiful, but why can't you avail of this opportunity? ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കായി സംഘടിപ്പിക്കുന്ന കേരള ട്രാവൽ മാർട്ടും സംസ്ഥാന ടൂറിസം പദ്ധതികളും മറ്റു സംസ്ഥാനങ്ങൾക്ക് മികച്ച മാതൃകയായി മാറുമെന്ന വിശ്വാസത്തിലാണ് സംഘാടകരും സംസ്ഥാന സർക്കാരും. കേരള ട്രാവൽ മാർട്ടിന്റെ 8ാമത്തെ എഡിഷനാണ് അവസാനിച്ചത്. പരമ്പരാഗത വിനോദസഞ്ചാര ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗ്രാമീണ ടൂറിസം, മുസ്ലിംസ്, വിവാഹ ടൂറിസം എന്നിവ അരങ്ങിലെത്തിയ കേരള ട്രാവൽ മാർട്ട് ഇനി കാത്തിരിക്കുന്നത് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഈ ആശയങ്ങളോടുള്ള പ്രതികരണമാണ്. അനന്ത സാധ്യതകളുള്ള കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവ് നൽകാൻ കേരള ട്രാവൽ മാർട്ട് 2014 കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവിടെ എത്തിയ ബയേഴ്സും സെല്ലേഴ്സും മടങ്ങിയത്.